നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ കോവിഡ് കേസുകളിൽ വർധനവ്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന കൌണ്ടികളിൽ ഒന്നാം സ്ഥാനത്ത് ഡബ്ലിൻ. കോർക്കാണ് രണ്ടാം സ്ഥാനത്ത്. കഴിഞ്ഞയാഴ്ചയിൽ രാജ്യത്തുടനീളം 509 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അയർലൻഡിൽ ഇനി പ്രത്യേക ട്രാൻസ്പോർട്ട് പോലീസ്. അയർലൻഡിൽ ഇനി പ്രത്യേക ട്രാൻസ്പോർട്ട് പോലീസ് സംവിധാനം. അടുത്ത വർഷം അവസാനത്തോടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കും. കൂടുതൽ യാത്രികരെ വരവേൽക്കാൻ കോർക്ക് വിമാനത്താവളം. ഈ വാരാന്ത്യ ബാങ്ക് അവധി ദിനത്തിൽ കൂടുതൽ യാത്രികരെ പ്രതീക്ഷിച്ച് കോർക്ക് വിമാനത്താവളം. വാരാന്ത്യത്തിൽ യാത്രികരുടെ എണ്ണത്തിൽ 14% വർധനവുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഡബ്ലിനിൽ പോലീസുകാരന് കുത്തേറ്റതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം. ചില വ്യക്തികൾ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സംഭവത്തെ വളച്ചൊടിക്കുന്നുവെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ പോൾ ക്ലിയറി. കുട്ടികൾക്കായുള്ള ലൈഫ് ജാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ച് ദി കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ. ലൈഫ് ജാക്കറ്റുകളുടെ നിർമ്മാണത്തിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കൌണ്ടി ഡബ്ലിനിലെ ലൂക്കനിൽ ട്രക്കിന് തീപിടിച്ചു. ബുധനാഴ്ച രാവിലെയോടെയാണ് സംഭവം. ട്രക്കിൽ എയറോസോൾ ക്യാനുകൾ, വസ്ത്രങ്ങൾ, ഇന്ധനങ്ങൾ എന്നിവ ഉണ്ടായിരുന്നത് തീ ആളിപ്പടരാൻ കാരണമായി. ഡബ്ലിനിൽ യുവാവിനെ കാണാതായി. ഡബ്ലിനിൽ നിന്നും യുവാവിനെ കാണാതായി. മലാഹിഡയിൽ താമസിക്കുന്ന 24-കാരനായ മൈക്കിൾ തോമസിനെയാണ് കാണാതായത്. യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. മദ്യത്തിനടിപ്പെട്ട് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. അയർലൻഡിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. 2024-ൽ 8745 പേരാണ് മദ്യപാനം നിർത്താനായി ചികിത്സ തേടിയത്. ഡബ്ലിൻ സൗത്ത് മാർത്തോമ കോൺഗ്രിഗേഷന്റെ വാർഷിക കൺവെൻഷൻ. ഡബ്ലിൻ സൗത്ത് മാർത്തോമ കോൺഗ്രിഗേഷൻ വാർഷിക കൺവെൻഷന് ഇന്ന് തുടക്കം. മുഖ്യപ്രഭാഷണത്തിനും വിശുദ്ധ കുർബാനയ്ക്കും വി.ടി. ജോൺ നേതൃത്വം നൽകും. 6 ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. യുഎസിന്റെ ഉപരോധം നേരിടുന്ന ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുവെന്ന് കാണിച്ചാണ് നടപടി. ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്താലും തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് വ്യക്തമാക്കി ട്രംപ്. അവർ അവരുടെ നിർജ്ജീവമായ സമ്പദ് വ്യവസ്ഥകളുമായി ഒരുമിച്ച് കൂപ്പുകുത്തട്ടെയെന്നും ട്രംപ്. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പരസ്യപ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് കാട്ടിയാണ് നോട്ടീസ്. റാപ്പർ വേടനെതിരെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലെ മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്ത്. 5 തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി. KCL 2ാം സീസണിലേക്കുള്ള തങ്ങളുടെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം ചെയ്ത് തൃശൂർ ടൈറ്റൻസ്. കേരള ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ അപൂർവമായാണ് ആരാധകരും ടീം ഒഫീഷ്യൽസും ചേർന്ന് ജേഴ്സി അവതരിപ്പിക്കുന്നത്. പരമ്പരയിലെ 5 ടെസ്റ്റിലും ഇന്ത്യക്ക് ടോസ് നഷ്ടം. ഇംഗ്ലണ്ട് പര്യടനത്തിലെ 5ാം മത്സരത്തിലും ഇന്ത്യക്ക് ടോസ് നഷ്ടം. ഓവലിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഓവലിലും ടോസ് നഷ്ടപ്പെട്ടതോടെ പരമ്പരയിലെ 5 മത്സരങ്ങളിലും ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടു. ഓഗസ്റ്റ് 3 മുതൽ വീണ്ടും മഴ കനക്കും. കേരളത്തിൽ ഓഗസ്റ്റ് 3 മുതൽ വീണ്ടും മഴ കനക്കും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്ക് ഓഗസ്റ്റ് 3-ന് യെല്ലോ അലർട്ട്. അയർലൻഡിൽ വരണ്ട കാലാവസ്ഥ. അയർലൻഡിൽ ശനി ഞായർ ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് മെറ്റെയർ. ഞായറാഴ്ച രാവിലെ തെക്ക് കിഴക്ക് മേഘാവൃതമായ കാലാവസ്ഥയാകും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഴയുണ്ടാകും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.